മനസ്സിൽ പതിയുന്ന കാഴ്ചകൾ ക്യാൻവാസിലേക്ക് പകർത്തുന്ന ഒരു മലയാളി വീട്ടമ്മയുണ്ട് മസ്കറ്റിൽ. തൃശൂർ സ്വദേശിനി ജയലക്ഷ്മി മേനോന്റെ വരകൾ കാണേണ്ടത് തന്നെയാണ്. ജയലക്ഷ്മിയുടെ വരകളിലേക്കും വരകൾ പതിയുന്ന ജീവിതത്തിലേക്കുമാണ് അടുത്ത കാഴ്ച. മനസ്സിൽ പതിഞ്ഞ പ്രകൃതിയുടെ വർണ്ണക്കാഴ്ചകൾ ക്യാൻവാസിൽ പകർത്തി വ്യത്യസ്തയാവുകയാണ് മസ്കറ്റിൽ പ്രവാസ ജീവിതം നയിച്ചുവരുന്ന തൃശൂർ പെരുമ്പിലാവ് സ്വദേശിനി ജയലക്ഷ്മി മേനോൻ. ചെറുപ്പത്തിലെ ചിത്രരചനയോട് താൽപര്യം കാണിച്ചിരുന്ന ജയലക്ഷ്മിയുടെ രചനാ പാടവത്തിന് കൂടുതൽ വർണ്ണങ്ങൾ ചാലിച്ചു തുടങ്ങിയത് ഒമാനിലെ പ്രവാസ ജീവിതം ആരംഭിച്ചതോടുകൂടിയാണ്. എനിക്ക് ചെറുപ്പം മുതലേ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു പെയിന്റിങ്സിന്. ഇങ്ങനെ പുസ്തകങ്ങളിലൊക്കെ വരച്ചുകൊണ്ടിരിക്കും. അന്ന് പെയിന്റിങ്സും ചെയ്യില്ല, പെൻസിലുകൊണ്ട് വരയ്ക്കും, എല്ലാ പുസ്തകങ്ങളിലും വരച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെറുപ്പം മുതലേ ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ +2 കഴിഞ്ഞിട്ട് അങ്ങനെ ഇതിന് പോവുക ചെയ്തത്. ഡ്രോയിങ് ആർട്ട് സ്കൂളിലേക്ക് കുന്നംകുളം ആർട്ട് ജെ സ്കൂളിൽ പറഞ്ഞിട്ട് അതിൽ പഠിക്കാൻ പോയി. അങ്ങനെ പിന്നെ ഡ്രോയിങ് ടീച്ചറായിട്ട് 2 വർഷം നാട്ടിൽ ജോലി ചെയ്തു. പിന്നെ അത് മതിയാക്കിയിട്ടാണ് ഇപ്പോൾ ഒമാനിക്ക് വന്നത്. അന്നൊന്നും പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പെയിൻറ് ചെയ്യാൻ. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ വരച്ചു തുടങ്ങിയപ്പോൾ പിന്നെ ഇൻട്രസ്റ്റായി. ഞാനിവിടെ ഒമാനിൽ വന്നിട്ടൊരു 14 വർഷമായി. എന്നിട്ട് ഇപ്പോൾ 4 വർഷമായിട്ടുള്ള ഇപ്പോൾ പെയിൻറ്റിങ്സ് ഇവിടെ വന്നിട്ട് ചെയ്ത് തുടങ്ങിയിട്ട്. ഒമാൻ്റെ പെയിൻറ്റിങ്സാണ് അധികം ചെയ്യാറുള്ളത്. ഇവിടെ ടൈംസ് ഓഫ് ഒമാനിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ അധികം സമയമൊന്നും പെയിൻറ്റ് ചെയ്യാൻ കിട്ടാറില്ല. ഉള്ള സമയം കൊണ്ട് ചെയ്ത് 10-35ഓളം പെയിൻറ്റിങ് ഇപ്പോൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. അതിൽ പതിയും വിറ്റ് പോയിട്ടുണ്ട്. ആർട്ട് ഗാലറി ഇവിടെ അലറൈമി ആർട്ട് ഗാലറീസിലാണ് എല്ലാ പെയിൻറ്റിങ്സും കൊടുക്കാറുള്ളത്. ഒമാന്റെ പ്രകൃതിയും നിറഞ്ഞു നിൽക്കുന്ന മലകളും ജലാശയങ്ങളും പുരാതന കോട്ടകളും ലക്ഷ്മിയുടെ ചിത്രരചനയ്ക്ക് കൂടുതൽ പ്രചോദനങ്ങൾ നൽകി. ഒമാൻ്റെ പെയിൻറ്റിങ്സാണ് അധികം ഇവിടെ വിറ്റ് പോകാറുള്ളത്. ഒമാൻ്റെ ലാൻഡ്സ്കേപ്പ് സീനറികളൊക്കെയാണ് അധികം ഇവിടെ വിറ്റ് പോകാറുള്ളത്. മനുഷ്യന്മാരുടെ പെയിൻറ്റിങ്സൊന്നും അധികം ഇവിടെ പോർട്രേറ്റൊന്നും അധികം പെയിൻറ്റ് ചെയ്താൽ വാങ്ങാറില്ല ആരും. പിന്നെ ഓയിൽ പെയിൻറ്റിങ്ങിനാണ് അധികം പ്രാമുഖ്യം കൊടുക്കുന്നത്. ഒമാൻ എന്ന രാജ്യവുമായി ബന്ധപ്പെട്ട് വരച്ച ചിത്രങ്ങളിൽ തന്നെ ഏറ്റവും സന്തുഷ്ടയാക്കിയ ചിത്രം ഭരണാധികാരി സുൽത്താൻ ഖബൂസ് ബിൻ സയീദിന്റെയായിരുന്നു. മറ്റു വരകൾക്കെല്ലാം ദിവസങ്ങൾ സമയമെടുത്തിട്ടുണ്ടെങ്കിലും സുൽത്താന്റെ ചിത്രമൊരുക്കാൻ മാസങ്ങളാണ് സമയം ആവശ്യമായി വന്നത്. ക്യാൻവാസിൽ പതിയുന്ന സുൽത്താന്റെ ചിത്രം ഒരു തരത്തിലും കാഴ്ചക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കരുത് എന്ന നിർബന്ധമായിരുന്നു ജയലക്ഷ്മിക്ക്. ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളെ വരച്ചെടുക്കുന്നതിനോടൊപ്പം ഓരോ രചനകളിലൂടെ നിരവധി ആശയങ്ങളും സന്ദേശങ്ങളും കാഴ്ചക്കാരിൽ എത്തിക്കുക എന്നതിൽ ജയലക്ഷ്മി മേനോൻ പ്രത്യേകം ശ്രദ്ധ നൽകിയാണ് ചിത്രരചനകൾ നടത്തുന്നത്. ഇവിടെ ഒമാനിൽ പല സ്ഥലത്തും പോകുമ്പോൾ അവിടുത്തെ സീനറികൾ നോക്കി വെക്കും, മെമ്മറിയിൽ വെച്ചിട്ട് അത് വീട്ടിൽ വന്നിട്ട് പെയിൻറ്റ് ചെയ്യാറുണ്ട്. ഓയിൽ പെയിൻ്റാണ് എനിക്കിഷ്ടം കൂടുതൽ. അത് നന്നായി ചെയ്യുന്നത് എൻ്റെ വിശ്വാസം. പിന്നെ 2 ആഴ്ചയൊക്കെ പിടിക്കും ഒരു പെയിൻറ്റിങ് ചെയ്യാൻ. ഓഫീസിൽ ടൈം കഴിഞ്ഞ് വന്ന രാത്രിയെ പിന്നെ അധികം സമയം ഉണ്ടാവില്ല. ഫ്രൈഡേയും സാറ്റർഡേയും ഒക്കെയാണ് പെയിൻറ്റ് ചെയ്യാറുള്ളത്. അത് ഫുൾ ടൈം ചില ദിവസങ്ങളിൽ ഇരുന്ന് ചെയ്യും, ചിലപ്പോൾ മടിയായിട്ട് ചെയ്യാതിരിക്കും. അങ്ങനെ ഇപ്പോൾ 35ഓളം പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരു എക്സിബിഷൻ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത് ചെയ്യണം. ഇത് നല്ല കോസ്റ്റ്ലിയാണ്, എക്സ്പെൻസീവാണ്. ഒരു ക്യാൻവാസിന് തന്നെ ഇത് 8 റിയാൽ വരും. പെയിൻറ്റിനാണ്, ചോയിൽ പെയിൻറ്റിന് നല്ല എക്സ്പെൻസീവാണ്. ഇവിടെ ചെയ്തൊരു പെയിൻറ്റ് ചെയ്ത് തീർത്ത് വരേണ്ട വെച്ചെങ്കിൽ എൻ്റെ ജോലിയും പിന്നെ ഈ പെയിൻറ്റൊക്കെ കൂട്ടിയിട്ട് എങ്ങനെയായാലും 10-25 റിയാലിൻ്റെ എക്സ്പെൻസീവ് ആവാറുണ്ട്. അത് ചില സമയത്ത് 150 റിയാലിനൊക്കെ വിറ്റ് പോകും, ചില സമയത്ത് വിറ്റ് പോകില്ലേ.
ഒമാന്റെ വ്യത്യസ്തമായ ചിത്രങ്ങൾ സ്വദേശികൾക്കിടയിലും വിദേശികൾക്കിടയിലും വലിയ സ്വീകാര്യത ലഭിക്കുന്നതോടൊപ്പം ഒമാന്റെ പ്രകൃതിയെ പകർത്തുന്നത് ഒരു പ്രത്യേക അനുഭവമാണെന്നും ജയലക്ഷ്മി പറയുന്നു. ഔട്ട്സൈഡിൽ പോയിട്ടുള്ള പിക്ചറുകൾ കണ്ടിട്ട് ലാൻഡ്സ്കേപ്പ് ഒക്കെ മനസ്സിൽ വെച്ചിട്ട് വന്നിട്ട് പെയിൻറ് ചെയ്യും. ഓയിൽ പെയിൻറ്റിങ് ഭയങ്കര എക്സ്പെൻസീവാണ്. ഇതുവരെ ഈ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് അങ്ങനത്തെ പെയിൻറ്റിങ്സ് ചെയ്തിരുന്നു. ഇനിയിപ്പോൾ അബ്സ്ട്രാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പോർട്രേറ്റും വലിയൊരു ചെയ്യാറുണ്ട്. പല ആൾക്കാരെ കണ്ടാലും ഒമാനീസിനെ വയസ്സായ ആൾക്കാരെ കണ്ടാലും അതൊക്കെ അതുപോലെ വരയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. അബ്സ്ട്രാക്ട് പെയിൻറ്റിങ് ചെയ്യണമെന്നാണ് താല്പര്യം. അതിനാണ് ഇപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ആൾക്കാരും. അതുകൊണ്ട് അതിലേക്ക് തിരിയണമെന്നാണ് താല്പര്യം. ഇവിടെ ആർട്ട് ഗാലറിയിൽ പെയിൻറ്റിങ്സ് കൊടുത്താൽ അവിടെ പലരും യൂറോപ്യൻസും വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്, ഇവിടുത്തെ ഒമാനികളും വാങ്ങാറുണ്ട്. പിന്നെ ചില അടുത്ത പരിചയക്കാർ അവരുടെ പോർട്രേറ്റ് ചെയ്യാൻ തരാറുണ്ട്. പെയിൻറ്റിങ്സ് ഒക്കെ ചിലർ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് പെയിൻറ്റിങ്സ് വാങ്ങാറുണ്ട്. അങ്ങനെയൊക്കെ വരച്ചു കൊടുക്കാറുണ്ട് പെയിൻറ്റിങ്സൊക്കെ. ഇനിയും കുറേ പെയിൻറ്റിങ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കുറേ കളക്ഷൻസ് മനസ്സിൽ കൊണ്ട് നിറക്കുന്നുണ്ട്. കുറേ പലതരത്തിലുള്ള പെയിൻറ്റിങ്സ് വിചാരിക്കുന്നുണ്ട് വരയ്ക്കണം എന്നുള്ളത്. ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പലരും ഇത് വില കൊടുത്ത് വാങ്ങുകയും ചെയ്യുന്നു. യാത്രകളിൽ മനസ്സിൽ ആഴത്തിൽ പതിയുന്ന ഏതൊരു രൂപങ്ങളും ഭാവങ്ങളും വസ്തുക്കളും പ്രകൃതി ഭംഗികളും വർണ്ണങ്ങൾ കൊണ്ട് തന്നെ തന്റെ ക്യാൻവാസിൽ പകർത്തുന്നതിൽ എപ്പോഴും ജാഗ്രത പുലർത്താറുണ്ട് ജയലക്ഷ്മി മേനോൻ. ഈയിടെ നാട്ടിൽ പോയപ്പോൾ അവിടെ ചില ആർട്ട് ഗാലറിയിലെ ആൾക്കാർ പറഞ്ഞു കുറച്ച് പെയിൻറ്റിങ്സ് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്, ഒരു എക്സിബിഷൻ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നാട്ടിലെ പെയിൻറ്റിങ്സ് വേണം, അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്തന്നെ അത് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. കഥകളി പിന്നെ നാടൻ കലാരൂപങ്ങളിൽ അങ്ങനത്തെ പെയിൻറ്റിങ്സ് ഒക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ചെയ്യണം, അടുത്ത് തന്നെ ചെയ്യണം. ഒമാൻ പ്രവാസ ലോകത്ത് 16 വർഷം പൂർത്തിയാക്കുന്നതിനിടെ നിരവധി ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞ ജയലക്ഷ്മി മേനോൻ ടൈംസ് ഓഫ് ഒമാനിൽ ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്തു വരുന്നു. അബുദാബിയിൽ 2 ദിവസങ്ങളായി നടന്ന സൈമ അവാർഡ് നിശ ഗംഭീരമായിരുന്നു. ക്ലബ് എഫും മാതൃഭൂമിയും ഈ അവാർഡ് നിശയുമായി സഹകരിച്ചു. സൈമ അവാർഡ്സിൽ നിവിൻ പോളി അടക്കമുള്ള മലയാള താരങ്ങളും അന്യദേശ അന്യഭാഷ നടന്മാരും എത്തുകയുണ്ടായി. അവരുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി.
ഖത്തർ വിഷയവും സ്വദേശീവൽക്കരണവും അങ്ങനെ തുടങ്ങിയ പല വാർത്തകളും വലിയ തലക്കെട്ടുകളായി ഗൾഫ് നാടുകളിൽ നിന്നും പുറത്തു വരുമ്പോഴും നമുക്ക് കാണാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരുപാട് നല്ല കാര്യങ്ങളും ഗൾഫ് നാടുകളിൽ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് നല്ല കാഴ്ചകളുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.